സുജിത മാത്രമേ ഉള്ളൂ. എല്ലാരും ലേറ്റ് ആയിട്ട് കേറുന്നേ ഇപ്പൊ നോർമലി. ആണോ? ഞാൻ ലേറ്റ് ആയിട്ട് വരായിരുന്നു, കാരണം ഞാനിപ്പോ ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നേ ഉള്ളൂ, വേഗം വന്നതായിരുന്നു. ഇന്ന് നേരത്തെയാണ്. സാധാരണ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ ജോയിൻ ചെയ്യാം. ഞാൻ ഫുഡ് കഴിച്ചോ? ഇല്ല, ഞാൻ 1:30 ക്ലാസ്സിൽ കയറുന്ന സമയത്ത് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. കഴിച്ചു കഴിഞ്ഞു. ഞാൻ കൈ കഴുകിയിട്ട് വരാമേ. ശരി ശരി, ഓക്കെ. നമുക്ക് ഒരു 2-3 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം, പ്ലീസ്. സുജിത, ഐശ്വര്യ രണ്ടുപേരുള്ളോ? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും സെമിനാർ എടുത്തതാണോ ക്ലാസ്സിൽ? എടുത്തതാണ്. സുജിത എന്റെ ക്ലാസ്സിലായിരുന്നോ? മൈൽഡ്രോസ് മാമിന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. മാമിന്റെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ ടോപ്പിക് എടുക്കാന്ന് പറഞ്ഞിരുന്നു. ക്ലാസ് അത് ഫിനിഷ് ചെയ്ത് തോന്നുന്നു എനിക്ക്. ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് കരിക്കുലം, അത് ലാസ്റ്റ് ടോപ്പിക് ഫിനിഷ് ചെയ്യാൻ എന്നോടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു അത് എടുക്കേണ്ടിയിരുന്നേ. അന്ന് മോളുടെ സ്കൂളിൽ കലോത്സവമായിട്ട് എനിക്ക് പറ്റിയില്ല. ഇന്ന് റെഡിയാണോ? ഞാനിപ്പോ അതിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു നോട്ട്. നോ പ്രോബ്ലം. പെട്ടെന്ന് എന്നെ കണ്ടപ്പോഴേക്കും ആകെ ഇതായിട്ടുണ്ടാവും അല്ലെ? ഞാൻ വരുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. നോ പ്രോബ്ലം, വേണ്ട, കുഴപ്പമില്ല. മിസ് ഫ്രൈഡേ അല്ലേ സാധാരണ ക്ലാസ്, അതുകൊണ്ട് അതിന്റെ ഒരു തിങ്കിൽ അങ്ങനെ ഇരുന്നതാണ്. ഞാനും ഇന്ന് രാവിലെയാണ് അറിയുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ മിരു മിസ്സിന്റെ മദർ ഇൻ ലോ സുഖിലെന്ന ഹോസ്പിറ്റലാണ്. സോ മിരു മിസ് അശ്വതി മിസ് എടുക്കുമായിരുന്നു, പക്ഷെ അശ്വതി മിസ്സിന് മിരു മിസ്സിന്റെ ക്ലാസ് എടുക്കണ്ടോ. അപ്പൊ ഞാൻ PGക്ക് കയറി. അതെ, ഇന്നലെയും മൈൽഡ്രോസ് മാം ഉണ്ടായിരുന്നില്ല. രാവിലെ ക്ലാസ്സിൽ നിന്ന് അശ്വതി മാം ആണ് ക്ലാസ് എടുത്തത്. അപ്പൊ വിചാരിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ ആരും ലീവ് ആവില്ലല്ലോ.
സുഖമില്ല മാം. മദർ ഇൻ ലോ ആണ്, വെന്റിലേറ്ററിലാന്ന് തോന്നുന്നു. നോ ഐഡിയ എന്താണ് സ്റ്റാറ്റസ് എന്ന് അറിയില്ല. എനിവേ ടീച്ചർ ഫ്രീയാണ്. ഓക്കെ. സോ ഞാൻ സാധാരണ ഒരു ബ്രേക്ക് ഒക്കെ ഇട്ടിട്ടാണ് ക്ലാസ് എടുക്കാറ്. ഇതിപ്പോ 2:30 ക്ലാസ് വരും. എനിക്ക് 12ന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, 1:30 തുടങ്ങി 2:30. എനിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടും ഇങ്ങനെ ക്ലാസ് കണ്ടിന്യൂസ് വരുമ്പോ. ഓക്കെ ഫൈൻ. സോ നമ്മള് എങ്ങനെയാണ് ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടീച്ചറെ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ആ കരിക്കുലം, അതിന്റെ ഒരു ട്രാൻസാക്ഷൻ, അത് അതായത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു രീതിയിൽ നോക്കിയാൽ ബിസിനസ് ഇസ് ദർ. ബട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് അല്ലെ. പിന്നെ പെൺകുട്ടികൾക്ക് ഇത്ര വയസ്സ് വരെ ഫ്രീ നോട്ട് ബുക്സ് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും ഗവൺമെന്റ് സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും തന്നെ ഒരു കുട്ടി പോലും പഠിക്കാതെ വീട്ടിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും പഠിക്കാൻ പോകും. പക്ഷെ നോർത്ത് റിമോട്ട് സൈഡിലേക്കൊക്കെ പോകുമ്പോഴേക്കും അവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യേയില്ല കുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്. അവരെ എത്രയും പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ റെയർ ആയിട്ട് ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും അറിവിലില്ല. ഞാൻ ആകെ എനിക്കറിയാവുന്ന 2 കേസസേ ഉള്ളൂ. ഒന്ന് എന്റെ വീടിനടുത്ത്, തിരുവനന്തപുരത്തിനടുത്ത് വാടകയ്ക്ക് വന്ന ഒരു ഫാമിലി ആയിരുന്നു ട്രിവാൻഡ്രത്ത്. അതിലെ ആ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കുമ്പോൾ 15 വയസ്സേ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു കുട്ടിയായിട്ടൊക്കെ നമുക്ക് തോന്നും. അവര് നമ്മളോട് ഏജ് ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ സംഭവം അവരുടെ ഒരു റിലേറ്റീവ് അവരുടെ വീട്ടിൽ താമസിച്ച് അവരിങ്ങനെ സംസാരിച്ചപ്പോ ഏജ് ഇങ്ങനെ പുറത്തറിഞ്ഞു എന്ന് മാത്രം. പിന്നെ ഞാൻ അച്ഛൻ ടെലിഫോൺസിലായിരുന്നു. അപ്പൊ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിർബന്ധിച്ച്, അതൊരു തമിഴ് ഫാമിലി ആയിരുന്നു ആ ഒരു ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നത്. അവരുടെ മോളെ കൊച്ചിനെ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനെ നിർബന്ധിച്ച് ആരെയെ കൊണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ കല്യാണം കഴിപ്പിക്കാനായിട്ട് നോക്കിയിട്ട് പോലീസ് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മളുടെ നാട്ടിൽ പൊതുവെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന് പാരന്റ്സിനും നല്ലൊരു ആഗ്രഹമുണ്ട്. അവരതിന് വേണ്ടുന്ന എല്ലാം ഒരുക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. ഞാന് മുമ്പ് വർക്ക് ചെയ്ത റൈസ് മില്ലില് കുറച്ചുകൂടെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വർക്കേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് എനിക്കുണ്ട്. കാരണം എല്ലാവരും, ഞാനപ്പോ ഒരു 35, എനിക്ക് ആ സമയത്ത് 35 അല്ല 32 ആ ഒരു ഏജിലാണ് ഞാൻ അവിടെ വർക്കിന് കയറിയത്. അപ്പൊ അവരൊക്കെ ഒരു 80 ഇയേഴ്സ് ഓൾഡുള്ള പിള്ളേരാണ്. ആ വർക്ക് ലോഡിങ് പിള്ളേരാണ് വരുന്നത് മുഴുവനും. അപ്പൊ ഇവരുടെ അതിൽ 2 പേര് ഭയങ്കര ഡീപ്പായിട്ട് നമ്മളൊരു ബ്രദർലിഹുഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കായിരുന്നു. അവർക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു, 8ൽ പഠിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അവനോട് എപ്പോഴും പറയും, അവളെ പഠിപ്പിക്കണം, നിങ്ങളെ പോലെ ആക്കരുത് എന്ന് പറയും. അപ്പൊ ഇവന്റെ അനിയനെ അവൻ +2 കഴിഞ്ഞ് എല്ലാം പഠിപ്പിച്ചു. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ഒരു അറിവില്ലായിരുന്നു. പിന്നീട് എനിക്ക് പെട്ടെന്ന് വെഡിങ് ഇൻവിറ്റേഷൻ വരുന്നത്. ആരുടെയാന്ന് ചോദിച്ചപ്പം ആ പെൺകുട്ടീന്റെയാണ്. 15 വയസ്സാവുന്നേ ഉള്ളൂ ആ കുട്ടിക്ക്. ആ കുട്ടീനെ കല്യാണം കഴിച്ചിട്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല എന്ന് വെച്ചപ്പോ, ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. അപ്പൊ ഞാൻ നിനക്ക് നീ അങ്ങനെ ചെയ്യരുതല്ലോ, നീ ഒന്നില്ലെങ്കിലും കേരളത്തിൽ ഇത്രയും വർഷം ജീവിച്ചതല്ലേ, നിനക്കറിയില്ലേ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്നുള്ളത് പറഞ്ഞപ്പോ അച്ഛനും അമ്മയൊന്നും അതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഞാൻ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും, ഞാൻ അവനെ കുറെ ചീത്ത പറഞ്ഞു. അപ്പൊ അവനോടൊന്ന് ദീദിക്ക് എന്നെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യാ, എനിക്കൊന്നും ഇവിടെ വോയിസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അപ്പം ആ സമയത്തുള്ള പിള്ളേരൊക്കെ ഒരു 18 വയസ്സാകുമ്പോഴത്തേക്കും വർക്കിന് വരും. 24 വയസ്സാകുമ്പോഴേക്കും 21 വയസ്സാകുമ്പോഴേക്കൊക്കെ കല്യാണം കഴിഞ്ഞു. 22 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടികളായി. ആ ഒരു ലെവല ബോയ്സിനാണെങ്കിൽ പോലും. അപ്പൊ അവർക്ക് എഡ്യൂക്കേഷൻ അത്ര ഒരു ഇമ്പോർട്ടൻസ് അവിടേക്ക് ഇല്ല. പഠിക്കുന്നവർ പഠിക്കും, അത് അവരുടെ ഇഷ്ടത്തിന് പഠിക്കുന്നത് മാത്രം. ഫാമിലീസിനൊന്നും അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇന്നത്തെ ജനറേഷൻ കുറച്ചും കൂടെ മെച്ചമാണെന്ന് തോന്നുന്നു എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ. ശരിയാ. അതെ. സോ നമ്മൾ എവിടം വരെ ഞങ്ങൾ ഷെയർ ചെയ്യാം. മിഷൻ ഒക്കെ പറഞ്ഞു പോയിരുന്നു. പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 4th ചാപ്റ്റർ ആണോ സാർ? 4th ചാപ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ആരുമില്ല. മിസ്സിനൊന്ന് റീക്യാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ പറയാൻ പറ്റിയ വലിയ ഉപകാരമായിരിക്കും. യെസ് ഷുവർ, തീർച്ചയായിട്ടും.
ഞാൻ സോട്ട് അനാലിസിസ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു അനാലിസിസ് ടെക്നിക്ക് ഉണ്ട്, ഒരു സൈക്കോളജിക്കലായിട്ട്. അത് എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തിട്ടുള്ള സമയത്ത് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്കൊന്നുകൂടെ നോക്കാം. നയൻ ബാച്ചുകാർക്ക് എക്സാം നടക്കുക, മേ ബി അതായിരിക്കും അവരും ജോയിൻ ആവുന്നത്. അതെ. എക്സാം ആണ്. അവർക്ക് ആരെങ്കിലും ഉണ്ടോ നയനില്? ഐശ്വര്യ നയനാണോ? അതെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമൊന്നുമില്ല. ആദ്യത്തേത് 1-2 ടെസ്റ്റുകൾ കുറച്ച് ടഫ് ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെയൊക്കെ കഴിഞ്ഞത് കുറെ എളുപ്പമുണ്ടായിരുന്നു. എങ്ങനെയാ എക്സാം? എക്സാം ഓൺലൈൻ ആയിട്ട് തന്നെ മറ്റേ ഇന്നലെ പറയണോ ഇന്നും നടക്കണോ? അതായത് നമുക്കൊരു 7 സബ്ജക്ട് ഉണ്ടല്ലോ, ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ടുള്ള 7 സബ്ജക്റ്റ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഇന്ന് 6ാമത്തെ എക്സാം അല്ലെ ഐശ്വര്യ? അതിലൊരു എക്സാം ഒരു ടെക്നിക്കൽ റീസൺ കാരണം മാറ്റിവെച്ചു. ഡേറ്റ് കിട്ടിയത്? ഇല്ല, ഡേറ്റ് കിട്ടിയിട്ടില്ല. സൈക്കോളജി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ കഴിയാനായിട്ട് ഇംഗ്ലീഷ് മാറ്റിവെച്ച എക്സാമും ഉണ്ട്. അതോടുകൂടി 7 പേപ്പർ കഴിയും. നാളെ ഇംഗ്ലീഷ് അല്ലെ? അതെ. ഇംഗ്ലീഷ് പേപ്പർ ആയിട്ടാണ് വരുന്നേ. അതെ. ഇംഗ്ലീഷ് ടേം എക്സാമിനേഷൻ എഴുതിയില്ലായിരുന്നോ? 10 ക്വസ്റ്റ്യൻ അതിനകത്ത് വന്നു. അത് 50 ക്വസ്റ്റ്യൻ ആയിട്ടൊരു പേപ്പർ ആയിട്ട് വരും. അതെ. തന്നെ മനസ്സിലാക്കുമല്ലേ? കുഴപ്പമില്ല. എന്തായാലും OMR ആയതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നുമില്ല. ഇംഗ്ലീഷ് ഒക്കെ കഴിച്ചില്ലേ. ഇപ്പം മറ്റു എക്സാം എങ്ങനെയാന്നുള്ളതിന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ ടഫാണോ എന്താന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അവരുടെ കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യില്ലേ? നിങ്ങൾക്ക് ടൈം ടേബിൾ വന്നില്ലേ? സുജിത 10 അല്ലേ? അതെ. 10ഉം 11ഉം കൂടെ കമ്പൈൻഡ് ആയിട്ട് എക്സാം. ഡിസംബർ പകുതിക്കാണോ എന്തോ, എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ഡിസംബർ ഫസ്റ്റ് വീക്ക് ടേം 2 എക്സാമിനേഷൻ അല്ലേ? ആ ടൈം ടേബിൾ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞ. സോറി മിസ്സേ. ഞാൻ അങ്ങനെ ഓർത്തിരിക്കില്ല. എന്നെ ഓഫീസിൽ ആക്കിയാണ് ഓർപ്പിക്കുന്നത് പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ ടെക്നിക്കൽ ടീം ഇവിടെ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന കാര്യങ്ങളാണ് ഇതിൽ കാര്യവുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. ഇത് നമ്മൾ പോയി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, നമ്മളൊരു പ്രാക്ടീസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടും അല്ലെ? അതെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ ചെന്ന് കുട്ടികളെ ആദ്യമായിട്ട് കാണുന്നു, ഒരു പരിചയമില്ല, അവരുമായിട്ടൊരു ബോണ്ടിങ്, അവരുമായിട്ടൊരു കണക്ഷൻ ആദ്യം ഉണ്ടാക്കി, അവർക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഡേ പോകുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ശരിയല്ലേ? അതെ അതെ. അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യം. ആ ഒരു ഡെവലപ്പിംഗ് ടീച്ചർ, അതിന്റെ ഇവാലുവേഷൻ. അപ്പൊ നമ്മളൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തും. അതുപോലെ ചിലപ്പോൾ ചില സ്കൂളുകളിലെ ടീച്ചർമാരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അവരും ഇവാലുവേറ്റ് ചെയ്യും. അത് ടീച്ചിങ് പ്രാക്ടീസിന്റെ കേസ്. നമ്മൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ സൂപ്പർവിഷന്റെ കാര്യം പറഞ്ഞു. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് സൂപ്പർവിഷൻ വരുന്നത്. റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സൂപ്പർവിഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞല്ലോ. സൂപ്പർവിഷനിൽ എന്താണ്? ടീച്ചറെ മാക്സിമം ഡെവലപ്പ് ചെയ്യാനായിട്ട്. കാരണം ആ ഒരു ടീച്ചർ അപ്ഗ്രേഡഡ് ആയാലാണ് ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി, നല്ലൊരു ഔട്ട്കം വരുള്ളൂ. നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ടീച്ചറെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും സൂപ്പർവിഷനില്. ടീച്ചറെ എങ്ങനെ മെച്ചപ്പെടുത്താം, അതാണ്, അതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസസ്, നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസ്, അതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമ്മളുടെ ആ ഒരു ടീച്ചിങ് എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാകും. നമ്മളൊരു ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ട്യൂഷൻ എടുക്കുന്നവർക്ക് അവർക്ക് അറിയാം വരുന്ന കുട്ടികളുടെ രീതികൾ, അവർ ഏത് രീതി. പക്ഷെ ട്യൂഷൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് അല്ലെ? ട്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാരന്റ്സ് കുട്ടികളെ നല്ല മാർക്ക് വാങ്ങാനായിട്ട് നമ്മളുടെ അടുത്തേക്ക് അയക്കുന്നതാണ്. അപ്പൊ നമ്മളും ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ ഒരു രീതിയിലായിരിക്കും. ആ കുട്ടികളെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ട്യൂഷൻ ക്ലാസ്സിൽ പ്രിപ്പറേഷൻ നടത്തുന്നത്. അല്ലാതെ വേറെ രീതിയിൽ വളരെ ചുരുക്കം ട്യൂഷൻ ടീച്ചേഴ്സ് നടത്തുന്നുണ്ടാവും. നമ്മുടെ മോണ്ടിസോറി ചെയ്ത പലരും ട്യൂഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ട്യൂഷന്റെ മെത്തേഡ് തന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സംഭവിക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ജോലിയാണോ, അതിപ്പോ ട്യൂഷൻ ആണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും. സുജിത ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യണേ? എന്തെങ്കിലും മോട്ടോഴ്സ് അങ്ങനെ എന്തെങ്കിലാണോ? പറയുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നില്ല.
പോയോ? ഓക്കെ, എന്തോ ഒരു ഓഫീസിലെ കാര്യം പറയണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ എവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾക്ക് കിട്ടിയത് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നമ്മളുടെ ആ ഒരു പ്രൊഫഷൻ, നമ്മളുടെ ആ ടീച്ചിങ് എബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഓർക്കുമായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ എന്റെ ജസ്റ്റ് സീനിയർ ആയിരുന്നു എന്റെ ഹസ്ബൻഡ്. അപ്പൊ ആൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ടെക്നിക്കൽ നോളജാണ്. അവിടെ ആ കോളേജിലുള്ള എല്ലാവർക്കും എന്ത് ഡൗട്ട്സിനും ആളെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ടീച്ചേഴ്സ് നമുക്ക് കാര്യമായ ക്ലാസ്സിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. ഫുൾ അസൈൻമെന്റ് തരും, സെമിനാർ തരും, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ സബ്ജക്റ്റിനും തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. എനിക്ക് എപ്പോഴും ആ കോളേജിൽ ആ നോട്ട്സ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു ആള് പ്രിപ്പയർ ചെയ്ത നോട്ട്സ്. വളരെ സിമ്പിൾ ആണ്, ആർക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. എന്താ പറയാ, എല്ലാ കാര്യങ്ങളും കണ്ടന്റ്സും ഉണ്ടായിരിക്കും. അതിപ്പോ പ്രാക്ടിക്കൽ ആണെങ്കിലും നല്ലതായിട്ട്, പ്രോഗ്രാമിംഗ് ആണെങ്കിലും അല്ലാതെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും നല്ലപോലെ ചെയ്യും. ഞങ്ങൾക്ക് 7th സെമ്മില്, എന്റെ ജസ്റ്റ് സീനിയർ ആയിരുന്നല്ലോ, ഞാൻ 5th സെം ആയിരുന്നപ്പോ ആള് 7th സെം ആയിരുന്നു. 7th സെമ്മില് ഒരു സെമിനാർ ഉണ്ട്. നമ്മള് ഒരു ടോപ്പിക്, അത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് റിലേറ്റഡ് അല്ല, നമ്മുടെ സിലബസിലുള്ളതല്ല, നമുക്ക് നമ്മളുടെ കോഴ്സ് റിലേറ്റഡ് അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ വെച്ചിട്ട് നമുക്കൊരു സെമിനാർ പ്രിപ്പയർ ചെയ്യാം. ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ആള്. ആ ഒരു നല്ല പോലെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തു. പക്ഷെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ മനസ്സിലായി വേറൊരാളെ പഠിപ്പിക്കാനുള്ള കഴിവില്ല. നന്നായി നോട്ട്സ് ഉണ്ടാക്കും, എല്ലാ സബ്ജക്റ്റിനെ പറ്റിയും വളരെ ഡീപ്പ് നോളജ് ആയിരുന്നു, പക്ഷെ പ്രസന്റേഷന്റെ ആൾക്ക് പറ്റണില്ല. അപ്പൊ ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടായാലും നമ്മള് കുട്ടികളുടെ മുന്നിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് അത് ഫുൾഫിൽ ആവുള്ളൂ. നമുക്കൊരു നോളജ് ഉണ്ട്, അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾക്ക് കഴിയണം. ആ ഒരു എബിലിറ്റി നമുക്ക് വരണം. അവരത് ശ്രദ്ധിക്കണം, അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകരുത്, അവർക്കത് മനസ്സിലാവണം. അവിടെയാണ് ഒരു ടീച്ചർ ശരിക്കും വിജയിക്കുന്നത്. അതോടുകൂടി ആൾക്ക് മനസ്സിലായി ആൾ M.Tech എടുത്തിട്ട് ലെക്ചർ ആവണം, പ്രൊഫസർ ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ആളാണ് കേട്ടോ. അതോടുകൂടി മനസ്സിലായി ഈ പണി എനിക്ക് പറ്റുന്നതല്ല എന്ന് മനസ്സിലായി. അത് എന്നിട്ട് അത് ഉപേക്ഷിച്ചു. ആ ടീച്ചിങ് എന്നുള്ള ആ ഒരു ഇതിൽ അത് ഉപേക്ഷിച്ചു. എന്നിട്ട് പിന്നെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് പിന്നെ പോവുമായിരുന്നു. സെയിം ജീൻ തന്നെയാണ് എന്റെ മോൾക്കും കിട്ടിയിരിക്കുന്നത്. അവൾക്കൊരു കാര്യം ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റിയില്ല. അവൾ പറയും, അമ്മയ്ക്ക് അതെങ്ങനെ പറ്റുന്നുണ്ട്, അത് എനിക്ക് കിട്ടിയില്ലല്ലോ. അവൾക്കൊരു ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ അവൾക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ തന്നെ ഒട്ടും പറ്റുന്നില്ല. അതുപോലത്തെ ഒരു ഇത്. അപ്പൊ അവള് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റാത്തൊരു ജോബാണ് ടീച്ചിങ് ജോബ്. അപ്പൊ ആള് ഏവിയേഷൻ ചെയ്യുവാണല്ലോ. ഏവിയേഷനിൽ ശരിക്കും ഈ ട്രെയിനേഴ്സ് ഉണ്ട്, അതായത് തിയറി ക്ലാസ്സസ് എടുക്കുന്നവരുണ്ട്. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയറി പാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനറായിട്ട് ജോബ് ചെയ്യാം. അത് പല പല അക്കാദമികളിൽ അവർ ഹയർ ചെയ്യും. നല്ല സാലറിയാണ്, 1 lakhന് മുകളിലൊക്കെ കിട്ടും സാലറി. വേണമെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങിന്റെ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് ഈ തിയറി എടുക്കാൻ വേണമെങ്കിൽ പോവാം. അവള് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ആ ജോബ് അവൾക്ക് എടുക്കാൻ പറ്റില്ല. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഇൻസ്ട്രക്ടർ ആയിട്ട് പോകാനായിട്ട് പറ്റില്ല, കാരണം ഈ കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒട്ടും പറ്റും. അപ്പൊ ഒരു ടീച്ചറുടെ എബിലിറ്റി അതിലാണ് വരുന്നത്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ മനസ്സിലാക്കി അതിന് നോളജ് ആയിട്ട് വെച്ചിട്ട് വേറൊരാൾക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആകുവാണെങ്കിൽ നമ്മളൊരു നല്ല ടീച്ചറായിരുന്നു. അതാണ്. അതൊരു കൊച്ചുകുട്ടികളുടെ കാര്യമാകുമ്പോഴോ പ്രായമായ കുട്ടികളിലേക്ക് ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാം, പറ്റുന്നുണ്ടാവില്ല. പക്ഷെ കൊച്ചുകുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരുടെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അവരിലേക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് ശരിക്കും ആ ഒരു നമ്മളിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ വായിച്ചു പോകുന്നില്ല കേട്ടോ, കണ്ടന്റ് ഒന്ന് ബ്രീഫ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ഒരു പ്രൊഫഷന്റെ ഒരു പ്രത്യേകത. നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ടും അവരുടെ പാരന്റ്സുമായിട്ടും സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്. പുതിയ 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 ലേണിംഗ് കൺസെപ്റ്റുകൾ നമ്മൾ കണ്ടെത്തുകയാണ്. ഈ മോണ്ടിസോറി മെത്തേഡിൽ തന്നെ മറിയ മോണ്ടിസോറി അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഫണ്ടമെന്റൽസും അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അവരെല്ലാം സെറ്റ് ചെയ്തു. അത് ശരി തന്നെയാണ്. പക്ഷെ ഇപ്പം ആ ഒരു
മറിയ മോണ്ടിസോറി ഫോളോ ചെയ്യുന്ന പലരും ഇൻക്ലൂഡിങ് അസ്, നമ്മൾ ഉൾപ്പെടെ, നമുക്ക് ചില ആക്ടിവിറ്റിയിൽ നമ്മൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാം. നമുക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാം. ബീഡ്സ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ കുറെ ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയാസ് വരുന്നത്. ഞാനിങ്ങനെ പലരുടെയും സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ട്. ഈവൻ നമ്മളുടെ ട്രെയിനീസ് തന്നെയാണെങ്കിലും എവിടെയെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിനോ അല്ലെങ്കിൽ ജോലി കിട്ടി തന്നെ പോകുന്നവര്, അവര് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ അതിനെ കേപ്പബിൾ ആക്കുവാണ് ഈ കോഴ്സ് ശരിക്കും ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ 25-30 മെറ്റീരിയൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു, അത് അതേപടി അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കില്ല. അതിനെ എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ഓരോ കുട്ടിക്ക് അനുസരിച്ച് അവന്റെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും. അഡീഷൻ നമ്മളെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നമ്മൾ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നു, നമുക്ക് മൂന്നാമതൊരു നമ്പർ കിട്ടുന്നു. അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ വേറൊരു നമ്പർ എക്സ്ട്രാ കൊടുത്ത് അവരെ കൺഫ്യൂസ് ചെയ്യിക്കുകയല്ല വേണ്ടേ. ഏറ്റവും സിമ്പിൾ ആയിട്ട് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്ത് മൂന്നാമത്തെ ആൻസർ എങ്ങനെ കിട്ടും. അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ 2 എണ്ണം തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് കിട്ടുന്നു. അപ്പൊ അവിടെ 3 നമ്പേഴ്സിനെ പ്രസക്തിയുള്ളൂ. അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ നമ്മൾ 4മതൊരു നമ്പർ കൊണ്ടുവരുമോ, കമ്പയർ ചെയ്യിക്കോ ഒന്നും അവിടെ ചെയ്യരുത്. കാരണം ചെറിയ കുട്ടികളാണ്, അവരിലേക്ക് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ എത്താൻ പാടുള്ളൂ. അതിൽ കൂടുതലായിട്ട് നമ്മൾ അവരെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കരുത്. പക്ഷെ മെറ്റീരിയൽസ് എല്ലാം തന്നെ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. ചെറിയ കൺസെപ്റ്റിൽ നിന്നും വന്ന് വലിയ കൺസെപ്റ്റിലേക്ക് പോകുന്ന രീതിയാണ് അല്ലെ. ഓരോ ടീച്ചിങ് ലേണിംഗ് കൺസെപ്റ്റ് നമ്മൾക്ക് അറിയാൻ പറ്റും. ഇപ്പോ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ ക്ലാസ് വരുമ്പോൾ പുതിയ പല ടീച്ചർമാര് മാറി വരും നമുക്ക് അല്ലെ. ചിലപ്പോൾ ഏതെങ്കിലും 2 ക്ലാസ്സിൽ ഒരേ ടീച്ചറായിരിക്കും. മാത്സ് ആണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. എല്ലാ സബ്ജക്റ്റും കേട്ടോ. നമുക്കിപ്പം 5ാം ക്ലാസ്സിൽ നമ്മൾ മാത്സ് പഠിപ്പിച്ച ഒരു ടീച്ചർ വളരെ ഹാപ്പി ആയിട്ടൊരു ഹാപ്പി ലേണിംഗ് തന്നെയായിരുന്നു മാത്സ് എന്ന് വെക്കാം. 6ാം ക്ലാസ് എത്തിയപ്പോഴേക്കും വേറൊരു ടീച്ചറായിരിക്കും മാത്സ് എടുക്കുന്നത്. നമുക്ക് ടഫായിട്ട് തോന്നും. അത് സിലബസ് അല്ല ടഫായത്, ടീച്ചർ ആ സബ്ജക്ട് ഡീൽ ചെയ്തതിലെ പ്രശ്നം. നമുക്ക് മനസ്സിലാവണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇനി സെയിം തന്നെ 7 ചെല്ലുമ്പോഴേക്കും അപ്പൊ 6 നമുക്ക് പോയി. 7th സ്റ്റാൻഡേർഡിൽ ചെല്ലുമ്പോൾ ആ ടീച്ചർ ചിലപ്പോൾ നല്ല പോലെ എല്ലാം ചെയ്യുന്ന ഒരു ടീച്ചറായിരിക്കും. ആ ടീച്ചർ അവിടെ സ്ട്രഗിൾ ചെയ്യും. ആ ഒരു 6th പോയപ്പോ അത് ആ ഒരു ഫ്ലോ നമുക്ക് അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. സബ്ജക്റ്റ് അല്ല ടഫ്, ആ ഒരു വേ ഓഫ് ടീച്ചിങ്, ആ ലേണിംഗ്, ആ ഒരു കൺസെപ്റ്റിലൊക്കെ മാറ്റം വരും. സബ്ജക്ട് കുറെ ആകുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നൊന്നുമില്ല. ടീച്ചർമാര് മാറുന്നതിനനുസരിച്ച് കുറെയൊക്കെ ആ ഒരു ലേണിങ്ങിന് വ്യത്യാസം വരും. സുജിത എന്തെങ്കിലും പറയണ്ട? അല്ല, അതില് നമുക്ക് ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ല. എല്ലാ ജനറേഷനിലും അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് കുട്ടികൾക്ക് ടീച്ചേഴ്സിനോട് വരുന്നുണ്ട്. ഞാന് മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്താണെങ്കിലും എനിക്ക് കുട്ടികളോട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പഠിപ്പിക്കുമ്പോഴും അവരോട് അങ്ങനെയായിരുന്നു. ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം ഇവർക്ക് കണക്ട് ചെയ്ത് പഠിപ്പിക്കാനാണ് ശ്രമിക്കുക. അപ്പൊ ഈ കുട്ടികൾക്ക് കുറച്ചും കൂടെ എൻ്റെ അടുത്ത് അറ്റാച്ച്മെന്റ് ഉള്ളത് പോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് നന്നായി അവർ പഠിക്കുകയായിരുന്നു. അതായത് ഞാൻ IT ആയിരുന്നു മെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇവർക്ക് ചിലപ്പം UP സ്കൂളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് സോഷ്യൽ ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ചിലപ്പോൾ മലയാളം, സയൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, മാത്സ് അടക്കം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊന്നും എന്റെ ക്വാളിഫിക്കേഷൻ അപ്പൊ MA ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഞാൻ ആ ഒരു ബേസിലാണ് അവർ ഇതിനൊക്കെ പോയത്. പക്ഷെ എടുക്കുമ്പം ഞാനത് എനിക്ക് അറിയാത്തൊരു ടോപ്പിക് ആണ് എടുക്കുന്നതെന്നുള്ള രീതിയിൽ അവർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെയും. ഞാനത് ഫസ്റ്റ് ഡേയിൽ എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ഫസ്റ്റ് എനിക്ക് മാത്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പോകാന്ന് പറഞ്ഞപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. മാത്സിന് ഭയങ്കര പിന്നോട്ടാ മാത്സിൽ. ടെക്സ്റ്റ് നോക്കി ഇവർക്ക് എന്താ ഞാൻ പറഞ്ഞു കൊടുക്കുക എന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പോയി അവരോട് പ്രീവിയസ് ക്ലാസ്സിൽ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചപ്പം അവര് ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ 2 ആക്ടിവിറ്റി അവർക്ക് കൊടുത്തിട്ട് ആ ഒരു അവർ ഞാൻ അങ്ങനെ വിട്ടു. ആ ഒരാഴ്ച മുഴുവൻ ഞാനായിരുന്നു എടുക്കേണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ വന്ന് റെഫർ ചെയ്ത് നമ്മൾ ആ കുട്ടികൾക്ക് ഞാൻ എന്റേതായ രീതിയിൽ, അതായത് ടീച്ചറിന്റെ രീതി മാറ്റാതെ തന്നെ എന്റേതായ രീതിയിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് മാത്സ് പറഞ്ഞു കൊടുത്തു. അവർക്കത് ഇഷ്ടാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു കൊടുത്ത ഭാഗം അവർക്ക് മനസ്സിലാവുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. ടീച്ചർ വന്നത് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഏത് സബ്ജക്ട് ഞാൻ എടുക്കുമ്പം അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ആ സമയത്ത് ഞാനൊരു 4 വർഷം സ്കൂളിൽ വർക്ക് ചെയ്തു. ആ 4 വർഷം അവർക്ക് ഇപ്പം ഞാൻ പഠിപ്പിച്ച എല്ലാ ഇപ്പം 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് IT എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം എടുക്കാൻ പോകുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് സ്കൂളിൽ ITന്റെ വേർഷൻ ഉബണ്ടു ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ഉബണ്ടു തന്നെയാണ്. പക്ഷെ ഞാൻ പഠിച്ചത് വിൻഡോസ് ആണ്. എനിക്ക് ഇതിന്റെ വേർഷൻ ഒന്നും അറിയില്ല. ജസ്റ്റ് ടെക്സ്റ്റ് കിട്ടി വായിച്ചു. ഞാനപ്പോ ഫസ്റ്റ് ടെക്സ്റ്റ് കിട്ടിയതും IT ടീച്ചറായി കയറിയപ്പം സിസ്റ്റം വന്നിട്ടുണ്ടായിരുന്നില്ല. ഓഫീസ് വർക്ക് ആയിരുന്നു ഞാൻ ചെയ്തത്. ആദ്യം ഞാൻ ടെക്സ്റ്റ് മുഴുവൻ വായിച്ച് പഠിച്ച് അതിലത്തെ മെനൂസും ഐക്കൺസും എന്താണ്, അത് എന്താ യൂസ്,
എല്ലാം ഞാൻ പഠിച്ചിട്ടാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോയത്. പക്ഷെ ഈ 10th കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയുന്നു, ഒരു സ്കൂളിൽ പഠിച്ചിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇവർ ഡൗട്ട് ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവർക്ക് പ്രാക്ടിക്കൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ 8th ക്ലാസ്സിൽ 1 മാസത്തോളം ഞാൻ നിന്നിരുന്നത്. കാരണം ഇവരുടെ ഡൗട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ ഞങ്ങള് വലിയൊരു അറ്റാച്ച്മെന്റ്, എനിക്ക് ഭയങ്കര ഡിസ്റ്റൻസ് ആയി, കുട്ടികളും ഫേസ് ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു. പിന്നെ ഞാൻ ടെക്സ്റ്റ് നന്നായി ചെയ്ത് എന്റെ ഫ്രീ ടൈമിൽ ഇവരുടെ വർക്ക് ഞാൻ വീണ്ടും ഞാൻ തന്നെ, IT കുറച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, കമ്പ്യൂട്ടർ കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഈസിയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ തന്നെ പഠിച്ച് സ്വയം പഠിച്ച് അവർക്ക് പിന്നെ വർക്ക് ചെയ്ത് കൊടുത്തപ്പം അവർ എൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയി. ആ 10th കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത്, ചെറിയ കുട്ടികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, അവർക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ഡ്രോയിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 10th 8th 9th വളരെ ടഫായിരുന്നു പഠിപ്പിച്ചു കൊടുക്കാൻ. പക്ഷെ അവർ ആ ഒരു രീതിയിൽ ഞാൻ അവരെ അപ്രോച്ച് ചെയ്തു. ഇപ്പോഴും അവർ എന്നെ കോൺടാക്ട് ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പൊ ഞാനപ്പോ വിചാരിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ ആ ഒരു രീതിയിൽ അവരോട് അത്രയും ഫ്രണ്ട്ലി ആയി അവരുടെ ഡൗട്ട് എനിക്ക് ക്ലിയർ കൊടുക്കാൻ പറ്റിയപ്പോഴാണ് അവരെന്നോട് ആ ഒരു അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്തത്. ഇപ്പോഴും കണ്ട അവർ ടീച്ചറെ തന്നെ വിളിക്കുക. എനിക്ക് അവർ ടീച്ചറെ എന്ന് വിളിക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ സ്വയം തോന്നുമ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ അവർ വിളിക്കുമ്പോൾ എനിക്ക് സ്വയം എന്നോട് തന്നെ എനിക്കൊരു താഴ്ചയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ മോണ്ടിസോറിയിൽ കയറിയതിന് ശേഷമാണ് പിന്നെ ടീച്ചിങ് ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിലാണ് ഞാൻ എത്രയോ വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ടെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ അതിന്റെ ഒരു മൈനസ് പോയിന്റ് എനിക്ക് വരുന്നുണ്ട്. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പറയാൻ പറയുമ്പോഴൊക്കെ എടുത്തുചാടി പറയുന്നതൊക്കെ ആ ഒരു നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോയതാണ്. വീണ്ടും ഞാൻ അതിനെ ഇങ്ങനെ പൊടിതട്ടി ഉണർത്തി കൊണ്ടുവരികയാണ്. അപ്പൊ കുട്ടികളോട് നമ്മൾ എപ്പോഴും ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അവരോട് അപ്രോച്ച് ചെയ്ത രീതിയാണ് അവർക്ക് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതെന്നും അവരെന്റെ ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാനും അത്രയും ക്ലിയർ ആയിട്ട്, എടാ എനിക്കിത് ഇന്ന് നോക്കിയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ബോയ്സിനോടാണെങ്കിൽ എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. എടാ എനിക്കിന്ന് അത് കിട്ടിയിട്ടില്ലടാ, എനിക്ക് ഒന്നും കൂടെ നോക്കാനുണ്ട്, നാളെ നമുക്ക് നോക്കാട്ടോ ഇതെന്ന് പറയുമ്പം ഓക്കെ ടീച്ചറെ നമുക്കത് നാളെ നോക്കാം, എക്സാം ആകുമ്പോഴത്തേക്കും നമുക്കത് പഠിച്ചെടുക്കാന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു കോണ്ടാക്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ നമുക്കൊരു അറിയാതെ വരുന്ന ഒരു കാര്യം വരുമ്പം കുട്ടികൾ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോളൂ. ഇല്ലെങ്കിൽ പുറമേ നമ്മൾ കളിയാക്കുന്ന രീതിയിലേക്ക് കുട്ടികൾ എത്തും. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ടോപ്പിക് ടെക്സ്റ്റ് മാത്രം വായിച്ച് അതിന്റെ മീനിങ് മാത്രം പറഞ്ഞു പോകുന്ന ടീച്ചേഴ്സ് അന്ന് ഉണ്ടായിരുന്നു. അതല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണക്ട് ചെയ്ത് നമ്മളടുത്ത് സംസാരിക്കുന്ന ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ കുറെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്റെ ടീച്ചിങ് സ്റ്റൈൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ആക്കിയത്. കാരണം നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളത് പഠിക്കുക. മാക്സിമം ഞാൻ അങ്ങനെ ശ്രമിക്കുന്നു. ഇപ്പം കുറച്ച് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, വലിയ കുട്ടികളെക്കാൾ എനിക്ക് തോന്നുന്നു. പക്ഷെ എല്ലാവരും എന്നെ ചീത്ത പറയും. ഞാൻ മോണ്ടിസോറി ടീച്ചർ എടുത്തപ്പോ പറഞ്ഞു, ഈ കൊച്ചു കുട്ടികളെ എന്ത് പഠിച്ചിട്ട് എന്നെ ഇവിടെ ചിഞ്ചു എന്നാ വിളിക്കുക, ചിഞ്ചേച്ചി എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു ഇത് എടുത്തിരിക്കുന്നത്, കൊച്ചുകുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്തോ ആ ഒരു ഫീൽഡ്, ആ ഒരു കൊച്ചുകുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ടഫാണെന്ന് തോന്നിയിട്ടില്ല. നമ്മൾ അവരുടെ രീതിക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മളെ ലെവലിലേക്ക് അവരെ കൊണ്ടുവരാൻ വരുമ്പോഴേ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവരുടെ രീതിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവരെപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പൊ ക്ലാസ് കഴിയുമ്പോൾ ഓരോ ടീച്ചേഴ്സും നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരുമ്പോഴും എന്റെ വിശ്വാസം അത് 100% കറക്റ്റ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ റിസോഴ്സസ് വേണം അല്ലെ? ആ ടീച്ചർക്ക് അപ്ഗ്രേഡ് ആകണമെങ്കിൽ ടീച്ചർക്ക് അങ്ങനെ അവൈലബിൾ ആയിരിക്കണം. നമ്മൾ സൂപ്പർവിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ടീച്ചർ ഡെവലപ്പ് ആകാൻ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ആ ഒരു സ്കൂളിൽ നിന്നും. ടീച്ചറുടെ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടോ, ഒരു കമ്മ്യൂണിക്കേഷനിലാണ് പ്രശ്നമെങ്കിൽ അത് ഇംപ്രൂവ് ആക്കാനുള്ള രീതിയിൽ എന്താണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യും. ടീച്ചർമാർക്കെല്ലാം ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു വെക്കേഷനിൽ ട്രെയിനിങ്സ് എല്ലാം നടക്കാറുണ്ടല്ലോ. ഓക്കെ, സോ നമ്മൾ നീഡ് ഫോർ കോംപ്ലിമെന്ററി സ്ട്രക്ചേഴ്സ് ആൻഡ് മെക്കാനിസംസ്, TLC എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സ്. TLC ഇത് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുവാണ്, വർക്ക്ഷോപ്പ് പോലെ ടീച്ചർമാർക്ക് ഡെവലപ്പ് ആകാനായിട്ട്. അതിനകത്തൊരു ന്യൂ വേർഡ് ഉണ്ട്, എനിക്കത് ന്യൂ വേർഡാണ്, റിപ്പർട്ടോയർ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂ വേർഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടാവും അല്ലെ, എന്തിനെങ്കിലൊക്കെ സ്കിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, നമ്മൾക്ക് എന്തിനോടെങ്കിലും ഒരു താല്പര്യം, ഇൻട്രസ്റ്റ് കാണുമായിരിക്കും. അപ്പൊ അങ്ങനെ ആ എല്ലാ ഫീൽഡും എല്ലാ സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും അതിനെ കവർ ചെയ്യുന്നത്, അതാണ് ഈ റെപ്പർട്ടോയർ എന്നുള്ളതിന്റെ മീനിങ്. എൻ്റയർ റേഞ്ച് ഓഫ് സ്കിൽസ് ഓർ ആപ്റ്റിറ്റ്യൂഡ്. ഈ സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും കൂടെ എല്ലാം കൂടെ ചേരുന്ന ഒരു ഏരിയയാണ് റെപ്പർട്ടോയർ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ടാവും പല ടീച്ചർമാർക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റോറി ടെല്ലിംഗ്, വളരെ മനോഹരമായിട്ട് കഥ പറയുന്നവരുണ്ടാവും. ചില ക്ലാസ്സിൽ കയറുമ്പോൾ
സൈൻ ഇൻ, ചിലപ്പോ സ്റ്റോറിയിലൂടെ അവര് സൈൻ ഇൻ ചെയ്യും. ഭയങ്കര വോയിസ് മോഡുലേഷനാണ്, നല്ല വോയിസ് മോഡുലേഷനിൽ കഥ പറയും. 6th ബാച്ചിൽ ഒരു RJ ഉണ്ടായിരുന്നു, നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ RJ ആയിരുന്നു. ഒരു ജിഷയുടെ വോയിസ് ഭയങ്കര യുണീക്ക് ആയിരുന്നു കേട്ടോ. ജിഷ ഇങ്ങനെ ചില സമയങ്ങളിൽ ചില കവിത വായിക്കും. നമ്മൾ ആ കവിത നമുക്ക് വളരെ മനസ്സിലാകുന്ന സിമ്പിൾ മലയാളം കവിതകളൊക്കെ ആയിരിക്കും. അതിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകും. പൊതുവെ കവിതയാണ് കേൾക്കുന്ന ആളും അല്ല വായിക്കുന്ന ആളും അല്ല, പക്ഷെ ജിഷ ഇങ്ങനെ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ജിഷയുടെ വോയിസ് മോഡുലേഷൻ ആണോ അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ചിലപ്പോ ചില നോവലിന്റെ കുറച്ച് ഭാഗങ്ങളും ഏതെങ്കിലും കഥയുടെ ഭാഗങ്ങളും ജിഷ ഇങ്ങനെ പറയും, അതിങ്ങനെ വായിക്കും. അതും ഭയങ്കര രസമാണ്, ആ ശബ്ദത്തിന്റെ മാറ്റങ്ങളൊക്കെ. അപ്പൊ അതാണ് സ്റ്റോറി ടെല്ലിങ്. അതൊരു ശരിക്കും ഒരു ആർട്ട് തന്നെയാണ്. ആ സ്റ്റോറിയിലെ സിറ്റുവേഷൻ അനുസരിച്ച് വോയിസ് മോഡുലേഷൻ എടുത്ത കഥ പറയാൻ ചിലർക്ക് വളരെ നല്ല കഴിവാണ്. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുക, മ്യൂസിക്, ഡ്രാമ, അങ്ങനെ ഒരു ടീച്ചർക്ക് ചിലപ്പോ അഡീഷണലി പല സ്കിൽസും അതുപോലെ തന്നെ പല ആപ്റ്റിറ്റ്യൂഡും പലതും ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കി അവരെ ഡെവലപ്പ് ചെയ്യിക്കുക. അപ്പൊ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു ടീച്ചിങ് ലേണിംഗ് സെന്റർ, അവിടെ ഒരു വർക്ക്ഷോപ്പ് പോലെ കണ്ടക്ട് ചെയ്ത് അതൊക്കെ ചെയ്യിക്കാം. ഇപ്പൊ ട്രെയിനീസ്, ഈ പറയുന്ന ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവരോ ട്രെയിനീസ് ഇതെല്ലാം ഒരു സ്റ്റോറി എങ്ങനെ അത് പറയണം, എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം. നമുക്ക് ആക്ടിവിറ്റി ഉണ്ടായിരുന്നല്ലോ, പിക്ചർ കൊടുത്തിട്ട് സ്റ്റോറി പറയാനായിട്ട് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ പെട്ടെന്ന് ഒരാളൊരു സ്റ്റോറിയുടെ പുതിയൊരു കഥ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈൻ പറയുന്നു, നെക്സ്റ്റ് ആൾ അടുത്ത ലൈൻ അതിനോട് ജോയിൻ ചെയ്യുക. അങ്ങനെ എല്ലാവരും പറഞ്ഞു വരുമ്പോൾ കുറെ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. പറഞ്ഞു കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് അതൊരു നോട്ട് ചെയ്യാനായിട്ട് ഒരാളെ ഇരുത്തണം. അവസാനം അതൊരു ഫുൾ ഒരു സ്റ്റോറി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സ്റ്റോറീസ് യൂസ് ചെയ്യാനും ഈ കാര്യങ്ങൾ കുട്ടികളെ മനസ്സിലാക്കിക്കാനായിട്ട് സ്റ്റോറീസ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇമാജിനേഷൻ, ക്രിയേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ ലേണേഴ്സ്. പലപ്പോഴും ലാംഗ്വേജിന്റെ ആ ഒരു ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്റ്റോറി ആണെങ്കിൽ അതിന്റെ ഇമോഷൻ, ഫീലിങ്സ് വരുന്ന രീതിയിൽ വോയിസ് മോഡുലേഷൻ യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യുമല്ലോ. അങ്ങനെ ലാംഗ്വേജ് നമുക്ക് ത്രൂ സ്റ്റോറിയിലൂടെ പഠിക്കാം. ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തമ്മിൽ സംസാരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കോൺവെർസേഷൻ നടക്കും. അപ്പോഴും ലാംഗ്വേജ് ഡെവലപ്മെന്റ് തന്നെ നടക്കും. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന് പല ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യാം. അവരുടെ സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ എവിടെയോ ഈ ബുള്ളറ്റിൻ ബോർഡ്സ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ, എന്തെങ്കിലും മെസ്സേജ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോർഡ്സ് വെക്കാം. പിന്നെ സ്റ്റോറി, പോയം ഫോൾഡേഴ്സ്, അവർക്ക് അവരുടേതായ ക്രിയേറ്റിവിറ്റി ചെയ്ത് അത് കീപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഫോൾഡേഴ്സ്. പിന്നെ ക്ലാസ് റൂമുകളിൽ റീഡിംഗ് കോർണേഴ്സ് വെക്കാം. കുട്ടികളെ കൊണ്ടും ഈ ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. ദിവസവുമുള്ള ന്യൂസ് പേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കാനോ ബുള്ളറ്റിൻ ബോർഡ്സ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ കൾച്ചറൽ ഏരിയ എന്നോ അല്ലെങ്കിൽ മലയാളം ക്ലബ്ബോ സോഷ്യൽ ക്ലബ്ബോ മാത്തമാറ്റിക്സ് ക്ലബ്ബോ അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഒരു ക്ലബ്ബും അതിൻ്റെതായ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. ക്ലാസ് റൂമിൽ ഒരു റീഡിംഗ് കോർണർ കൊടുക്കാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഈ ക്ലാസ് റൂമിൽ തന്നെ ചെയ്യിക്കാം. പിന്നെ ഒരു സ്കൂളിൽ ചിലപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് വന്ന ടീച്ചേഴ്സ് ഉണ്ടാകും. ഇപ്പൊ നമ്മളെ പോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവര്, അതുപോലെ തന്നെ ടീച്ചറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും. ജസ്റ്റ് ജോബ് കിട്ടി അവരൊരു പ്രൊബേഷൻ പീരീഡോ ഒരു 6 month അവിടെ പ്രാക്ടീസ് ആണെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. പല രീതിയിലും നമ്മളെ പോലെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവര്, ജോബ് കിട്ടി കുറച്ചു കാലം പ്രൊബേഷൻ പീരീഡിലുള്ളവര്, അങ്ങനെ ഇവർക്കെല്ലാം അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയും വേണം. കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയും വേണം. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മീറ്റിംഗ്സ് വെക്കുമ്പോൾ ചില ടീച്ചർമാരെ ഏൽപ്പിക്കും അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ, മിനിറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അതിന്റെ ഡോക്യുമെന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടീച്ചർമാർക്ക് അവരുടെ സ്കിൽ അനുസരിച്ച് അവരെ ഏൽപ്പിക്കാവുന്നതാണ്. പിന്നെ ഇന്റർപ്രിട്ടേഷൻ, ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഡോക്യുമെന്റ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, മലയാളത്തിലേക്ക് ആക്കണം. അങ്ങനെയുള്ള രീതിയിൽ ഇന്റർപ്രിട്ടേഷൻ ഓരോ ടീച്ചേഴ്സിന്റെ സ്കിൽ അനുസരിച്ച് അവരെ ഇങ്ങനെയുള്ള ജോലികൾക്കൂടി ഏൽപ്പിക്കാം. അത് അവരെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന് ചില വിഷൻ ഉണ്ടാവും അല്ലെ, ആ ഒരു വിഷൻ. പിന്നെ അതുപോലെ തന്നെ മിഷൻ എന്ന് പറയുന്നത് പിന്നെ
എൻഡ് ഓഫ് ദ റോഡ് എന്നാണ് ശരിക്കും മിഷൻ പറയുന്നത്. അതായത് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് വെക്കുകയാണ്, ഇത് ഞാൻ നടത്തണം, ഈ ഒരു അക്കാദമിക് ഇയർ ഇവിടെ നടത്തണം. അപ്പൊ അത് നടന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയാ, മിഷൻ സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ ചന്ദ്രയാൻ അതൊരു ഗോൾ എന്തായിരുന്നു, അത് അവിടെ നിക്ഷേപിക്കണം, മൂന്നിൽ അത് അവിടെ എത്തണം എന്നുള്ളതായിരുന്നു. കാരണം നമുക്കറിയാം ടെക്നോളജിയാണ്, ഇത്ര ദൂരം അത് പോകണം, പകുതിക്ക് വെച്ച് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അത് നാശമായിട്ട് താഴേക്ക് വന്ന് പതിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പൊ അത് എത്ര മണിക്കൂറുകൾ എടുത്തു അതിന്റെ ഫുൾ റിസൾട്ട് അറിയാനായിട്ട്. പറഞ്ഞ എന്താ, മിഷൻ സക്സസ്ഫുൾ ആയി, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ മിഷൻ സക്സസ്ഫുൾ ആയി. മിഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഒരു സ്കൂളിനെ സംബന്ധിച്ച് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് അതിന്റെ ഒരു ഓരോ അക്കാദമിക് ഇയർക്ക് സ്പോർട്സ് ഏരിയയിൽ കൂടുതൽ അച്ചീവ്മെന്റ് നമുക്ക് നടത്തണം. കുട്ടികളെ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസിന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും ഒരു ഗെയിം സ്കൂളില് സ്പോർട്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളായിരിക്കാം ഓരോ അക്കാദമിക് ഇയറും തീരുമാനിക്കുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആക്കണം, അങ്ങനൊരു ഗോള് സെറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആക്കണം. അപ്പൊ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അവർക്ക് വിഷൻ, മിഷൻ, ഗോൾ അങ്ങനെ പലതും പല ലെവൽസിലാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ഇനി നമുക്ക് ഈ ചെയ്യുന്ന പ്രോസസ് നല്ല രീതിയിലാണോ നടക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സോട്ട് അനാലിസിസ്. അത് വരുന്നുണ്ട്. സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അത് ഉണ്ടാകുന്ന സ്ട്രെങ്ത് ആണ് എസ്, വീക്ക്നെസ് W, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന അവസരങ്ങൾ, പിന്നെ ത്രെഡ്സ് T, ചലഞ്ചസ്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പ്ലസ് മൈനസ് നമ്മൾ നോക്കില്ലേ, എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം, നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് റിസോഴ്സസ് കിട്ടുമോ, അതിനെ മാക്സിമം യൂസ് ചെയ്യാം. ഇത് നമുക്ക് വ്യക്തികളെ അനലൈസ് ചെയ്യാം. ഈ സോട്ട് അനാലിസിസ് ഇൻഡിവിജ്വലി നമുക്ക് അനലൈസ് ചെയ്യാം. ഒരു ടീച്ചറെ സംബന്ധിച്ചാണെങ്കിൽ ടീച്ചറിന് സ്ട്രെങ്ത് ഉണ്ടാകും, അതുപോലെ തന്നെ വീക്ക്നെസ് ഉണ്ടാകും. സ്ട്രെങ്ത്തിനെ കൂടുതൽ ഡെവലപ്പ് ആക്കാനായിട്ട് നോക്കുക, വീക്ക്നെസ്സിനെ കുറയ്ക്കാനും നോക്കുക, അതിനെ ഓവർകം ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ത്രെഡ്സ്, പലപ്പോഴും എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിരിക്കാം, ടൈം ആയിരിക്കാം, ചിലപ്പോൾ സമയം തികയുണ്ടാവില്ല, അങ്ങനെ ഒരു ചലഞ്ച് ആയിരിക്കും. അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂസ് ചെയ്യും. പിന്നെ വിഷൻ പലപ്പോഴും ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു സെൻസ് ആണല്ലേ, ഒരു വിഷ്വൽ സെൻസ്. അതായത് പല സ്കൂളുകൾ മാത്രമല്ല, ഇൻഡിവിജ്വലി ആണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്ക് അവരുടേതായ സർട്ടൻ ബിലീഫ് ഉണ്ടായിരിക്കും, എത്തിക്സ് ഉണ്ടാവും, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന പോലെ. അതാണ് ആ സ്കൂളിന്റെ വിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും ആ ഓർഗനൈസേഷൻ, അതിന്റെ ആളുകള്, അതിന്റെ ഒരു എൻവിയോൺമെന്റ്, കൾച്ചർ, നമുക്കറിയാം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലപ്പോഴും പല മാനേജ്മെന്റിന്റെ അണ്ടറിലാണ്. ചിലപ്പോ റിലീജിയസ് ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്നുണ്ടാകാം, പല ട്രസ്റ്റുകളുടെ അണ്ടറിൽ വരുന്നതുണ്ടാകാം. ഓരോ മാനേജ്മെന്റിന് അനുസരിച്ച് അവർക്ക് പല എത്തിക്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിന്റെ ഒരു കൾച്ചർ, സ്ട്രക്ചർ, ഫെസിലിറ്റീസ്, പ്ലാനിങ് എല്ലാം അനുസരിച്ച് അങ്ങനെ പല രീതിയിലും ഈ ഒരു വിഷൻ വരാറുണ്ട്. ഇനി വിഷൻ തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് നിയർ വിഷനും ഡിസ്റ്റന്റ് വിഷൻ. അതായത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് കരുതി പല കാര്യങ്ങളും ചെയ്യുന്നതും അതിന് വേണ്ടുന്ന ചില കോഡ് ഓഫ് എത്തിക്സും ചില സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതെല്ലാം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും. ഈ ഒരു ഡിസ്റ്റന്റ് വിഷൻ അത് ഭാവിയിൽ ഒരു ഡ്രീം ഓർ ഇമാജിനേഷൻ, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ. ഷോർട്ട് ടേം വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദ റേഞ്ച്, ഈ ഒരു കാലഘട്ടത്തിൽ മേ ബി അത് 2 or 3 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കാം. അത് പെട്ടെന്ന് മേ ബി ഒരു അക്കാദമിക് ഇയർ തീരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എക്സാമിനേഷന് മുമ്പ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നിയർ ബൈ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. മിഷൻ പറഞ്ഞല്ലോ എൻഡ് ഓഫ് ദ റോഡ്, നമ്മൾ എന്താണോ എയിം ചെയ്യുന്നതിന്റെ എൻഡ് റോഡ് റിസൾട്ട് ആണ്. നമ്മളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയാൽ നമ്മൾ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയും. പിന്നെ ഗോൾ, അതൊരു മൈൽ പോസ്റ്റ് പോലെയാണ്. നമ്മൾ കുറെ ഗോൾസ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. അക്കാദമിക്സിൽ സെറ്റ് ചെയ്യും,
കോ കരിക്കുലർ ആക്ടിവിറ്റീസിലെ ടീം, അത് തന്നെ സ്പോർട്സ്, ആർട്സ് ഒക്കെ പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഓരോ അച്ചീവ്മെന്റ് നമ്മൾക്ക് സ്കൂളിന്റെ പല രീതിയിലുള്ള അച്ചീവ്മെന്റ് കിട്ടുന്ന രീതിയിൽ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു അക്കാദമിക് ഇയർ കുട്ടികൾ ഇത്ര ഫുൾ എ പ്ലസ് വേണം, അല്ലെങ്കിൽ ഫുൾ എല്ലാ കുട്ടികളും പാസ്സാവണം, ആ രീതിയിലൊരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ നടക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മിഷൻ കംപ്ലീറ്റ് എന്നുള്ളത്. സോർട്ട് അനാലിസിസ്, ഓൾറെഡി ഞാൻ സോർട്ട് അനാലിസിസിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഓരോ ലെറ്ററും എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പലപ്പോഴും എക്സാമിന് ഏതെങ്കിലും ഒരു ലെറ്ററിന്റെ സ്റ്റാൻഡ്സ് ഫോർ വാട്ട് എന്ന് ചോദിക്കാറുണ്ട്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ടൈപ്സ്, ത്രെഡ്സ്, ചലഞ്ചസ്, ത്രെഡ്സ് എന്നാണ്. ഈ ഒരു ക്വാളിറ്റി ഡെവലപ്മെന്റ്, ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റിയുടെ ഡെവലപ്മെന്റിനുള്ള അനാലിസിസ് ടെക്നിക്കാണ് സോർട്ട് അനാലിസിസ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കാര്യമായ എന്താ പറയാ ഫണ്ടിങ് ഒന്നും വേണ്ടി വരില്ല, ഫണ്ട് റിസോഴ്സസ് ഒന്നും വേണ്ടി വരില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് ടെക്നിക്കാണ് സോർട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മളുടെ സ്ട്രെങ്ത്സ് എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കും. അതുപോലെ തന്നെ വീക്ക്നെസ് എന്താണെന്ന് നോക്കുന്നു, അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. വീക്ക്നെസ് നമ്മൾ കുറയ്ക്കുന്നു, ഇല്ലാതാക്കാൻ. പിന്നെ എന്തെല്ലാം ത്രെഡ്സ് വരാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് അതിനെയും റെഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ ഇന്റൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ സ്കൂളില് ചെറിയൊരു എക്സാമ്പിൾ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ബാഡ്മിന്റൺ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കോർട്ട് റെഡിയാക്കും. അപ്പൊ അതിന് റൂഫൊന്നുമില്ല, ഓപ്പൺ ആണ്. അപ്പൊ ചലഞ്ച് എന്താ? മഴ പെയ്യാം, വെയില് ഭയങ്കരമായാൽ മഴ സമയത്ത് കളിക്കാൻ പറ്റില്ല, വെയിലത്ത് കളിക്കാൻ പറ്റില്ല. അതാണ് വരുന്നൊരു ത്രെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ റെഡ്യൂസ് ചെയ്യണം. സോ ആകെയുള്ള മാർഗം റൂഫ് ടോപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റൂഫ് ടോപ്പ് ചെയ്താലാണ് കുട്ടികൾക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവിടെ കളിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ വീക്ക്നെസ് ഒരു പക്ഷേ ഫണ്ടായിരിക്കും, ഫണ്ട് കുറവായിരിക്കും. റൂഫ് ടോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫണ്ട് വേണ്ടി വരും. അപ്പൊ ആ വീക്ക്നെസ്സിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് കുറവ് എന്നുള്ളത് ഫണ്ട് നമ്മൾ കണ്ടെത്തണം. അപ്പൊ അതാണ് അവിടെ ആ വീക്ക്നെസ്സിനെ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം. അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോബ്ലം വരുമ്പോൾ അതിനെ അനലൈസ് ചെയ്ത് അതിനെ സോർട്ട് ഔട്ട് ചെയ്യും. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഈസിലി നമുക്ക് മാറ്റാനും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സിന്റെയും ഐഡന്റിഫൈ ചെയ്യുന്നത് ചില കേസസിൽ, ഇപ്പൊ ഒരു സ്പോർട്സ് ബാഡ്മിന്റൺ കോർട്ട്, അവിടെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, നമ്മുടെ ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസും എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ ചില കേസസിൽ ഈ ത്രെഡും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അതാണ് സോർട്ട് അനാലിസിസിന്റെ ഒരു ചെറിയൊരു കുറവെന്ന് പറയാൻ പറ്റും. ഇതൊരു പല രീതിയിലും ഇത് നമുക്ക് ചെയ്യാം. സോർട്ട് അനാലിസിസ് നമ്മൾ സർവേ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം സോർട്ട് അനാലിസിസ്. അതായത് പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ആൻസർ ചെയ്യിക്കുക, ആ ഒരു രീതിയിൽ റെസ്പോൺസ് എടുക്കാം. അങ്ങനെ എന്നിട്ട് അതിനെ ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മളത് അനലൈസ് ചെയ്ത് അതിനെന്താന്ന് വെച്ചാൽ സോർട്ട് ഔട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ഡിസ്കഷൻ, ഇപ്പൊ നമ്മൾ സ്റ്റാഫുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ റിലേറ്റഡ് ആണെങ്കിൽ സ്റ്റാഫുമായിട്ട് ഓപ്പൺ ഡിസ്കഷൻസ്, അങ്ങനെ ആ രീതിയിലും സോർട്ട് അനാലിസിസ് ചെയ്യാം. ഇന്റർവ്യൂ രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ സോർട്ട് അനാലിസിസ് ചെയ്യാം. ക്വസ്റ്റ്യനെയേഴ്സ് യൂസ് ചെയ്തിട്ട് സോർട്ട് അനാലിസിസ് ചെയ്യാം. ചെറിയൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് സോർട്ട് അനാലിസിസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും സോർട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. സോർട്ട് അനാലിസിസ് വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ, ആളുകളെ എല്ലാം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സോർട്ട് അനാലിസിസ്. ഒരാളെ ഇൻഡിവിജ്വലി നമുക്ക് ചെയ്യാൻ പറ്റും സോർട്ട് അനാലിസിസ്. അങ്ങനെ കിട്ടുന്ന ഡേറ്റയെ നമ്മൾ കളക്ട് ചെയ്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പോലെ ലാസ്റ്റ് നമ്മൾ സർവേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അത് ചെയ്യാം. എന്നിട്ട് സ്റ്റാഫ്സിനെല്ലാം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ തീം. ക്ലാസ് റൂം. പലപ്പോഴും ടീച്ചർമാർക്ക് ആദ്യമായിട്ട് ജോലിക്ക് വരുന്നു, ഒരു ക്ലാസ് നമുക്ക് കിട്ടി, ആ കുട്ടികളുമായിട്ട് നമ്മൾ മേർജായി, അവരുമായിട്ട് ഒരു കണക്ഷൻ ഒക്കെ ആയി, നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും അവിടെ ക്ലാസ് എടുക്കാൻ. പെട്ടെന്ന് ക്ലാസ് റൂം ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം വരുമ്പോൾ ടീച്ചേഴ്സ് അവരുടെ റോൾസ് ശരിയായ രീതിയിൽ അഡാപ്റ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അവരതിനെ
സോൾവ് ചെയ്യാനായിട്ട് അവർ എക്യുപ്പേർഡ് ആയിരിക്കണം. അവരുടെ സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്യണം. അത് ലേണിങ്ങിലാണെങ്കിലും ടീച്ചിങ് പ്രോസസ്സിലാണെങ്കിലും അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഒരു ടീച്ചർ എപ്പോഴും കുട്ടികളെ കയ്യിലെടുക്കുക എന്നുള്ളതുണ്ട്. അത് കുട്ടികളെ എപ്പോഴും എൻഗേജ് ചെയ്യിക്കുക. ആ ലേണിംഗ് പ്രോസസ്സിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുക. അവർക്ക് നല്ല എഫക്റ്റീവ് മെത്തേഡ്സ് ഒക്കെ കൊടുത്ത് അവരെ എൻഗേജ് ചെയ്യിക്കുക. അത് മാത്രമല്ല അവർ ഇൻഡിപെൻഡന്റ് ലേണിംഗും ആയിരിക്കണം. എപ്പോഴും ടീച്ചറെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ പോകണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ചുമ്മാ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ക്ലാസ്സിൽ പോയിട്ട് നമുക്കത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫായിരിക്കും. അപ്പൊ അതിനു വേണ്ടി ഗുഡ് പ്ലാനിങ് വേണം, എഫക്റ്റീവ് മാനേജ്മെന്റും വേണം. കാരണം അവൈലബിൾ റിസോഴ്സസ് ടീച്ചർക്ക് പ്രൊവൈഡ് ചെയ്യണം. പല സ്കൂളുകളിലും കാണുന്ന ഒരു കാര്യം, ടീച്ചർ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് പല സാധനങ്ങളും വാങ്ങിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു നല്ലൊരു പ്ലാനിങ് ടീച്ചർ എടുക്കുമ്പോൾ ആ ടീച്ചർക്ക് അതിനുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു എഫക്റ്റീവ് മാനേജ്മെന്റും ഓർഗനൈസേഷനും ആയിരിക്കണം. ഇതിനെല്ലാം അപ്പം നമ്മൾ ഇത് പറഞ്ഞു അല്ലെ, ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ടീച്ചർക്ക് അതെല്ലാം ചെയ്യണമെങ്കിൽ ടീച്ചർക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് മാനേജ്മെന്റ്, പലപ്പോഴും ഫണ്ടിങ് വേണ്ടി വരും, അങ്ങനെയൊക്കെ വരും. ഇതെല്ലാം പുറമെ അപ്പാർട്ട് ഫ്രം ദിസ് സ്കൂൾസില് സ്കൂൾ മാനേജ്മെന്റ് ഇത് നമ്മൾക്കറിയാം. എന്റെ മോന്റെയൊക്കെ സ്കൂളില് അവർക്കൊരു വെബ്സൈറ്റ് പോലെയുണ്ട്. അപ്പൊ അതില് കംപ്ലീറ്റ് ആ സ്കൂളിന്റെ റിസോഴ്സസ്, സ്കൂളിന്റെ പ്രെമിസസ്, സ്കൂളിലെ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസും അവരുടെ ക്വാളിഫിക്കേഷനും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അവർ എത്ര വർഷമായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കും. അപ്പൊ നമുക്ക് ആ സ്കൂൾ നമുക്ക് ട്രാൻസ്പെറൻസിയാണ്. ആ ഒരു സ്കൂൾ മാനേജ്മെന്റും സ്കൂളിലെ സ്റ്റാഫിന്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് അതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ SDMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി. സ്കൂള് ഡെവലപ്പ് ചെയ്ത് തന്നെ പോകണം, അതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റി, അതാണ് SDMC, സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി. അത് തന്നെ കോളേജിലേക്ക് വരുമ്പോൾ കോളേജ് അക്കാദമിക് സെൽ. ഈ രണ്ടിന്റെ ഉദ്ദേശം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. പലപ്പോഴും അതുപോലെ തന്നെ പാരന്റ്സ് കൗൺസിൽ, നമ്മൾ PTA, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന പോലെ PTA വരും അല്ലെ. ഇതെല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്കൂളിനെ ഡെവലപ്പ് ചെയ്യിക്കുക എന്നുള്ളത്. ഇനി ഇങ്ങനൊരു കൗൺസിൽ അല്ലെങ്കിൽ PTA അല്ലെങ്കിൽ കോളേജ് അക്കാദമിക് സെൽ ഇങ്ങനെയൊക്കെ രൂപീകരിക്കുമ്പോൾ അതിനകത്ത് പാരന്റ്സും ഇൻവോൾവ് ആയിരിക്കും, ടീച്ചേഴ്സും ഇൻവോൾവ് ആയിരിക്കും. ഇപ്പൊ സ്കൂളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാം. അതാണ് ഒരു ടീച്ചറുടെ കീ റോൾ എന്ന് പറയുന്നത്. പല ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാം, പലതരം ക്ലബ്സ് ഫോം ചെയ്യാം. ഇത് മാത്തമാറ്റിക്സ് ക്ലബ്, സോഷ്യൽ ക്ലബ്, ലാംഗ്വേജ് ക്ലബ്, മലയാളം ക്ലബ്, അങ്ങനെയൊക്കെ പറഞ്ഞ ക്ലബ്ബ് ഫോം ചെയ്തിട്ടേ. ഞാൻ ഒരിടയ്ക്ക് ഈ ജെൻഡർ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. ക്ലാസ് എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ കുടുംബശ്രീ ഒരു ടൈമില് പുറത്തുനിന്ന് പ്രൊഫഷണൽസിനെ ഔട്ട്സോഴ്സ് ചെയ്തു. എന്നിട്ട് ട്രെയിനിങ് തന്നു ഞങ്ങൾക്ക്. ഞങ്ങള് കേരളത്തിന്റെ 14 ജില്ലയിൽ നിന്നും 2 പേര് വെച്ചിട്ടായിരുന്നു ട്രെയിനിങ്ങിന് വന്നത്. അതിൽ ഞാനും ശരിക്കും പറഞ്ഞ 28 പേരുണ്ട്, ഒരു മെയിൽ ഒരു ഫീമെയിൽ, കാരണം ജെൻഡറിന്റെ ക്ലാസ് ആണല്ലോ. നമുക്ക് ആ സിലബസിലുള്ളത് മുഴുവനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ പോയി ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിരുന്നു. നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോയിട്ട് കുട്ടികളോട് പീരിയഡ് സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരും അവർ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അവർക്ക് എന്തെങ്കിലും തന്നെ തോന്നി മാറ്റുക എന്നുള്ളതല്ലാതെ നമ്മൾ പോയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ മാരേജ് എന്നുള്ളത് അതിന്റെ ടോപ്പിക് തന്നെ ഫാമിലി ലൈഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നായിരുന്നു FLE. പക്ഷെ മാരേജിനെ അതിനകത്ത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റം വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതൊന്നും നമ്മളുടെ ഒരു ട്രഡീഷനുമായിട്ട് ഒട്ടും യോജിച്ചു പോകാത്തൊരു കാര്യമാണല്ലോ.
അത് പേഴ്സണലി ഇൻഡിവിജ്വലി ഒരാൾ തീരുമാനിക്കുന്നത് അയാളുടെ സ്വാതന്ത്ര്യം, അല്ലാതെ നമുക്ക് പോയി ഒരു ഗ്രൂപ്പിന്റെ അടുത്ത്, യൂത്തിന്റെ അടുത്ത്, അതുപോലെ തന്നെ അഡോളസൻ ഗ്രൂപ്പിന്, അവർക്കാണ് നമ്മൾ ക്ലാസ് എടുക്കണ്ടേ, അവരോട് ചെന്ന് പറയുമ്പോൾ അത് റോങ് മെസ്സേജ് ആയിട്ടായിരിക്കും കുട്ടികളിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ തീർത്ത് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഫ്രീഡം തന്നു, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ക്ലാസ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജെൻഡറിന്റെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. മിക്ക കോളേജുകളിലും അപ്പോഴേക്കും ജെൻഡർ ക്ലബുകൾ ഫോം ചെയ്യാൻ തുടങ്ങി. ഈ ക്ലബിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനത് ഓർത്തത്. ജെൻഡർ ക്ലബ്ബ് ഫോം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ എറണാകുളത്തെ ഒരു വളരെ ഫേമസ് കോളേജാണ് മഹാരാജാസ് കോളേജ്. മഹാരാജാസ് കോളേജിൽ ഇപ്പം ഓരോ ജില്ലയിലുള്ളവർ ആ ജില്ല മുഴുവൻ കവർ ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങനെ മഹാരാജാസ് കോളേജിൽ ക്ലാസ് എടുക്കാനായിട്ട് ചെല്ലുവാണ് കേട്ടോ. ഇതുവരെയും വളരെ സ്മൂത്ത് ആയിട്ട് പോയി, കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയി ക്ലാസ്സിൽ. ആദ്യമായിട്ട് അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 5 minutes മുമ്പ് ഈ ട്രാൻസ്ജെൻഡേഴ്സിലെ അവരൊരു 5 പേര് ക്ലാസ്സിലേക്ക് കോളേജിൽ പഠിക്കുന്ന 5 പേര്. ഞാൻ പെട്ടെന്ന് ടെൻസ്ഡായി, കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസാ. ഇതുവരെയും പോയടുത്ത് നമുക്ക് ട്രാൻസ് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. കാര്യം അവരെ പ്രൊമോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ആ ജെൻഡറിന്റെ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവര് വന്നപ്പോ എനിക്ക് ക്ലാസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാതായി പോയി. ഞാൻ വേഗം എന്റെ ട്രെയിനറെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ 5 പേര് സ്റ്റുഡൻസ് ഇവിടെ, ഞാൻ ക്ലാസ് എങ്ങനെ കൊണ്ടുപോകുന്നത്. സാർ പറഞ്ഞ, ജിഷ ഇത് നല്ലൊരു അവസരമല്ലേ, മാക്സിമം യൂസ് ചെയ്യാം. അങ്ങനെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവര് ഭയങ്കരമായിട്ട് സംസാരിച്ചു കേട്ടോ. ഇവരെനിക്ക് വന്ന് കൈ തന്നു, എന്നെ ഹഗ് ചെയ്തു. ഇവര് പറഞ്ഞു, എല്ലാവരും ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയും, പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെയും അതിൻ്റെതായ ഒരു ഫ്രൂട്ടും ഞങ്ങൾ രുചിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എവിടെയും തുറച്ചു നോട്ടവും അവഗണനയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ക്ലാസ്സിൽ ഈ ഒരു ഇതിന് ഇങ്ങനെ ട്രാൻസ് ആയിട്ട് അവരുടെ ലൈഫ് അങ്ങനെയാണ്. അപ്പൊ അവരെ നമ്മള് മോശമായ രീതിയിലൊന്നും നമ്മളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞു, ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയത്. ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ, ഒരു ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്ലാസ്സിൽ കയറിയത്. ജെൻഡറിന്റെ ക്ലാസ് ആണല്ലോ, പിന്നെ ഇക്വാലിറ്റി പറഞ്ഞിട്ട് അതൊന്നും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് മനസ്സിലാവണല്ലോ എന്ന് വിചാരിച്ച് അവര് കയറിയതായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങള് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. പക്ഷെ ക്ലാസ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി, ക്ലാസ് അവർ ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ജെൻഡർ ക്ലബ്ബുകൾ ഇപ്പൊ കോളേജുകളിൽ ഉണ്ടോന്ന് അറിയില്ല, കാരണം ആ ഒരു പ്രോഗ്രാം നിന്നുപോയി ഇൻ ദ സെൻസ് അതിന്റെ സിലബസ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ പോലെ വന്നു. അങ്ങനെ അതങ്ങ് സ്റ്റോപ്പ് ആയി പോയി ആ ഒരു പ്രോഗ്രാം. പക്ഷെ ഞങ്ങള് ക്ലാസ് എടുക്കാൻ പോയവരൊക്കെ നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്തു. നമുക്ക് പെട്ടെന്ന് ഒരു വീട്ടില് വളരെ ട്രഡീഷണലി അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. വീട്ടില് വിളക്ക് കത്തിക്കുന്ന രീതി, അമ്പലത്തിൽ പോകുന്ന രീതികളൊക്കെ ഉണ്ടാവും. അവിടെ ചില സെൻസിറ്റീവ് ഇഷ്യൂസ് ആണത്. അതിലൊന്നും കയറി നമുക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് ഒരിക്കലും ക്ലാസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുത്തെ ട്രെയിനേഴ്സുമായിട്ട് ഞങ്ങൾ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ മാത്രം. ബാക്കി ട്രെയിനിങ് സൈഡൊക്കെ വളരെ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. 3 days ഒക്കെ നല്ല റെസിഡന്റ് ട്രെയിനിങ് ആയിരുന്നു. 2 സെഷൻസ് ആയിട്ടാണ് വെച്ചത്. അതായത് ഒരു പ്രാവശ്യം വെച്ചു, 3 months കഴിഞ്ഞപ്പോ അടുത്ത സെഷൻ. അങ്ങനെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് കൊണ്ട് നമ്മൾ കുറെ ഡെവലപ്ഡ് ആയി. പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജെൻഡർ ക്ലബ്ബുകൾ ഇപ്പൊ കോളേജുകളിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. കുടുംബശ്രീ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സെഷൻ എടുത്തു കഴിയുമ്പോഴേക്കും അവിടെ ഒരു ജെൻഡർ ക്ലബ്ബ് അങ്ങ് ഫോം ചെയ്യും. പിന്നെ ജെൻഡർ ക്ലബിന്റെ ഭാഗമായിട്ട് ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഒരിക്കലും ജെൻഡർ ഇക്വാലിറ്റിയുടെ പേരിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഇത് വേണം, കാര്യം സ്ത്രീപക്ഷമായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയും സ്ത്രീകൾക്ക് കൂടുതൽ വേണം എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യാറില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്, ഈ പറയുന്ന അതർ ജെൻഡേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാവർക്കും അവരുടേതായ റൈറ്റ്സ് കിട്ടണം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്ത്രീപക്ഷമായി ചിന്തിക്കുന്ന പറയുന്നത് വേറെ ഒന്നും എല്ലാം കൊണ്ടല്ല കേട്ടോ. സ്ത്രീകൾ ഓടിക്കുന്ന ഓട്ടോയിൽ കയറുക, അതുപോലെ തന്നെ സ്ത്രീകൾ നടക്കുന്ന ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങുക, അങ്ങനത്തെ ഒരു സ്ത്രീപക്ഷ ചിന്താഗതിയാണ്. വേറെ അല്ലാത്തുള്ള രീതിയിലുള്ള ഫെമിനിസ്റ്റിക് ആ ഒരു ശരിക്കും ഫെമിനിസം എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. ഫെമിനിസ്റ്റായ പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ സ്ത്രീകളെക്കാളും നല്ല രീതിയിൽ ചിന്തിക്കുന്നത് ഫെമിനിസ്റ്റായ പുരുഷന്മാരാണ്. ഫെമിനിസ്റ്റ് പുരുഷന്മാരുണ്ടെന്നുള്ളത് തന്നെ എനിക്ക് പുതിയ അറിവായിരുന്നു. അതൊക്കെ ഞാൻ അന്ന് ആ ക്ലാസ്സിന് പോയപ്പോഴാണ് കണ്ടത്. അവിടെ ക്ലാസ്സിന് എന്നെ പോലെ തന്നെ വന്ന പലരിലും ഫെമിനിസ്റ്റ് ആയ പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും അവരിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റി. സ്ത്രീകളും ഉണ്ടായിരുന്നു, പുരുഷന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ ഫെമിനിസം എന്ന് പറയുന്നത് വലിയൊരു വട്ടപ്പൊട്ട് വെച്ച് ഇങ്ങനെ ഫ്രീഡം പറഞ്ഞ് നടക്കുന്നതല്ല യഥാർത്ഥ ഫെമിനിസം എന്ന് പറയുന്നത്. അത് എല്ലാ ജെൻഡറിലുമുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്ത്
അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അവരുടെ ഇക്വാലിറ്റി, ഇതൊക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ്. ശരി, നമ്മുടെ ടോപ്പിക് അല്ല, എന്നാലും നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്ന ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ എല്ലാ ജെൻഡറിലുള്ളവരുണ്ടായിരിക്കും. അപ്പൊ അവരെ ആക്സെപ്റ്റൻസ്, അത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണം. ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് നമ്മളിൽ ശരിക്കും വരണം. അല്ലാതെ ഞാൻ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ ഉൾക്കൊള്ളൂ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു ടീച്ചർ ആകുമ്പോൾ, ടീച്ചർ ഡെയിലി ചെയ്യുന്ന പല രീതിയിലുള്ള ബിഹേവിയർ ഉള്ള കുട്ടികൾ, പാരന്റ്സ് ആണ്. അവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ടീച്ചർക്ക് പറ്റും. നമ്മൾ പോകുന്ന നാട്ടിലെ മെയിലും ഫീമെയിലും എന്നുള്ള 2 കാറ്റഗറി മാത്രം ഉണ്ടാവണമെന്നില്ല, ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകളും വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഇവിടെ ഈ ക്ലബിന്റെ വന്നപ്പോ, ജെൻഡർ ക്ലബ് പറഞ്ഞപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തായിരുന്നു. ഇത് കോവിഡ് ടൈമിലായിരുന്നു ഞാനിത് ചെയ്തത്. ഇപ്പൊ അത് നിന്നുപോയി, പിന്നെ അതിന്റെ ഫർദർ ഡെവലപ്മെന്റ് ഒന്നുമില്ല. ഓക്കെ ഫൈൻ. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഓക്കെ, ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ ബൈ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.